ഓശാന ദിനത്തിൽ വിജയപ്രതീക്ഷ പങ്കുവച്ച് ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി AD തോമസ്. താൻ KSU ജില്ലാ പ്രസിഡന്റായിരുന്ന സമയത്ത് ആലപ്പുഴയിലെ പല കോളേജുകളിലും KSUവിന് അധികാരം നഷ്ടപ്പെട്ടെന്ന വിമർശനം AD തോമസ് തള്ളി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് പാർട്ടി വിട്ട MJ ജോബാണ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഒരിക്കലും ഒരു നേതാവ് കോൺഗ്രസിൽ MLA ആയാൽ പിന്നീട് ആ നേതാവിനെ അവിടെ നിന്ന് മാറ്റുക പ്രയാസമാണ് എന്ന രീതിയിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു യുവരക്തത്തെ തന്നെ UDF കളത്തിലിറക്കിയിരിക്കുന്നത്. കടലിന്റെ മകൻ എന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ പ്രചരണം നടത്തുന്നത്. എന്ത് തോന്നുന്നു? പാർട്ടിയുടെ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? പാർട്ടിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പ്രത്യേകം പാർട്ടിയോടും ഐക്യജനാധിപത്യ മുന്നണിയോടും വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഒരു പ്രത്യേക പരിഗണന, ഒരു യുവാവെന്ന നിലയിൽ പ്രത്യേക പരിഗണന മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട്. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും പ്രത്യേകം നന്ദിയുണ്ട്. ഇപ്പോൾ KSUവിന്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ KSUവിന് ഈ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടത്താനൊക്കെ താങ്കൾക്ക് സാധിച്ചുവെന്നാണ് തങ്ങളുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളെല്ലാം പറയുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇവിടെ അങ്ങനെ ഒരു KSU എന്നത് മാത്രമല്ല, ഇവിടെ ഒരു കഴിഞ്ഞ 10 വർഷക്കാലം സജീവമായി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് KSU, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട്. അവരെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ തെരുവിൽ തല്ലി തകർക്കപ്പെടുന്നത്, ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഒരാൾ മാത്രമാണ് ഞാൻ. നല്ല ഒരു പ്രതികരണം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതൊരു വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. താങ്കൾ മുൻപ് ചേർന്ന് പ്രവർത്തിച്ച, താങ്കൾക്കൊപ്പം നിന്ന് അല്ലെങ്കിൽ താങ്കൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള MJ ജോബാണ് ഇപ്പോൾ താമര ചിഹ്നത്തിലെതിരെ നിൽക്കുന്നത്. അത് എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്റെ പിതാവിനേക്കാൾ മുതിർന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹവുമായി നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന അദ്ദേഹം PP ചിത്തരഞ്ജൻ സാറ്, അദ്ദേഹവുമായും നല്ല ബന്ധമുണ്ട്. താങ്കൾക്ക് സ്ഥാനാർത്ഥം കിട്ടുമെന്ന് ഏതാണ്ടൊക്കെ ഒന്ന് ഉറപ്പായ സമയത്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടായിരുന്നു. അത് KSUവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ ചില കാര്യങ്ങളാണ്, KSU കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിലാണ്. അപ്പോൾ താങ്കളാണ് KSUവിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്ന ഒരാൾ. അതെ അതെ. അല്ലെ, സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒന്നല്ല. സംഘടനാ പ്രവർത്തനം ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. വിജയമുണ്ടായാലും പരാജയമുണ്ടായാലും അതിനൊരു കൂട്ടുത്തരവാദിത്വമുണ്ട്. പിന്നെ പരാജയമുണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിൽ ധാർമ്മികമായി കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും. അത് സ്വാഭാവികമാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കോസ്റ്റൽ ഏരിയ ഉള്ള ഭാഗമാണ്. അവിടെയൊക്കെ താങ്കൾക്ക് വേണ്ടി ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഈ കടലുമായി ചേർന്ന് നിന്നതിന്റെ ഒരു ഉൾക്കരുത്താണോ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം? അല്ല, തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഇവിടുത്തെ UDFന്റെ പ്രവർത്തകരും ഇവിടുത്തെ എല്ലാ മനുഷ്യരും നൽകുന്ന സ്നേഹമാണ് കരുത്ത്. UDFനെ സംബന്ധിച്ചിടത്തോളം KSUവിന്റെ ദീർഘനാളത്തെ ഒരു പ്രവർത്തന പരിചയമുള്ള നമ്മളെല്ലാം സമരമുഖത്തെല്ലാം പലപ്പോഴും AD തോമസിനെ കണ്ടിട്ടുള്ളതാണ്. പോലീസുമായി നേർക്കുനേറുള്ള ലാത്തി ചാർജുകളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന്റെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യവും ആ ഒരു പോരാട്ട വീര്യവും കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ PP ചിത്തരഞ്ജനെയും MJ ജോബിനും എതിരായിട്ട് ശക്തമായ മത്സരം ഉയർത്തിക്കൊണ്ട് AD തോമസ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. ക്യാമറമാൻ ദീപക് ജേക്കബിനും അജയ്ക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.